മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനാഥൻ മഞ്ജുവിനോട് പറയണം, എന്തായാലും എനിക്ക് ഈ സ്വത്ത് കിട്ടിയേ വെക്കുള്ളൂ. ഞാൻ നിൻ്റെ അമ്മയ്ക്കും ഉണ്ണിക്കും എല്ലാവർക്കും ഈ സ്വത്ത് വേണം. അതിന് വേണ്ടിയിട്ട് നീ അത് സഹകരിച്ചേ തീരുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ദേഷ്യം വരികയാണ്. നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ എന്നിങ്ങനെ മഞ്ജു പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മോഹൻ്റെ അടുത്ത് കരുണ വന്ന് പറയണേ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തില്ലല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചതിക്കാൻ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കണം. ഞാൻ എന്താ ചതിച്ചത്? നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ള കാരണമാണ് നിന്നെ ഒന്നും ചെയ്യാതെ അവളെ വിട്ടത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതെനിക്ക് അറിയാം, ഞാൻ അവളെ കണ്ടല്ലോ, ഒരു കാറിൽ പോണത് കണ്ടല്ലോ എന്ന്. അത് യാദൃച്ഛികമായിട്ട് കണ്ടതാണ്, അവളെ ഒരിക്കലും നിന്നെ പേടിപ്പിക്കാനല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നാലും നിങ്ങളൊരു ദുഷിച്ച സ്ത്രീയാണ് എന്നിങ്ങനെ കരുണ പറയണം. അത് കേട്ടുകൊണ്ടാണ് മുത്തശ്ശിയും പ്രതാപനം വരുന്നത് കേട്ടോ. അപ്പോഴേ ഞാൻ പറയുമായിരുന്നു, ഇവൾക്ക് ഭയങ്കര സന്തോഷമാണ്, അവൾ പോയതിൽ പിന്നെ ഒരു സങ്കടവും. അപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഇവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുമെന്ന്. ഇവളെ കൊല്ലുകയാണ് വേണ്ടത്, എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കണം എന്നുള്ള പോലെ നിൽക്കുകയാണ്. പക്ഷെ അടിക്കാൻ പറ്റില്ലല്ലോ. അത് കേൾക്കും പ്രതാപം പറയേണ്ടത്, ഇവളെ അടിക്കുകയല്ല അമ്മേ ചെയ്യേണ്ടത്, അവളെ പോലെ ചിത കത്തിച്ച് ഇവളെ കൊല്ലണം എന്നിങ്ങനെ പറയുന്നത്. നിങ്ങളെന്നെ കൊന്നോ, ഞാനതിന് തയ്യാറാണ് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. കരുണയ്ക്ക് ദേഷ്യം കൊണ്ട് സമനില തെറ്റുകയാണ് കേട്ടോ. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, നിങ്ങൾ ഈ ചെയ്തതിന് പകരം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മകൾക്കൊരു കുഞ്ഞുണ്ടാവില്ലേ, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ഒരിക്കലും അമ്മമ്മയാവുമില്ല, അതിനെ ലാളിക്കാനോ അതിനെ നോക്കാനോ നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് പോകണം കേട്ടോ. അതേസമയം മുത്തശ്ശിയും പറയുന്നുണ്ട്, നിനക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ ലാളിക്കാൻ കിട്ടില്ല, നിൻ്റെ മകൾക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ല, ഇവളുടെ കുഞ്ഞിനെ നിന്നെ തൊടാനും വിടില്ല, കരുണമോള് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞതിന് ശേഷം പുറത്ത് പോകണം കേട്ടോ. അതിനുശേഷം ഉണ്ണിയോട് ഇങ്ങനെ പറയണം, ഉണ്ണി ഞാൻ ഇനി പോകാൻ വേണ്ടി നിൽക്കണം. മുത്തശ്ശി പറയുന്നത്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുക. നിങ്ങളെന്തായാലും എൻ്റെ വീട്ടിലോട്ടേക്ക് വായോ. അറിയില്ല, ഞാൻ വരുന്നില്ല, എപ്പോഴായാലും അവിടെ പോകണമല്ലോ, അവളുടെ മോന്ത പോയി കാണണമല്ലോ, എന്തായാലും ശരി അങ്ങോട്ടേക്ക് തന്നെ പോവാം, എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട്, നീ അന്ന് അങ്ങോട്ടേക്ക് വാ എന്ന് പറയില്ല. പ്രതാപം പറയുന്നത്, നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള അയൽവാക്കക്കാരൊക്കെ അറിയും, അവിടെ നിന്ന് ഇറക്കി വിട്ടാലും ഞാൻ അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയണം. അങ്ങനെയൊന്നും ഇറക്കി വിടാറില്ല, എന്തായാലും ഇവരുടെ ചേട്ടച്ചാരല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് കരുണ ഉണ്ണിയും കൂടി പോവുകയാണ് കേട്ടോ. പിന്നീട് നമ്മളെ മുത്തശ്ശി ഇങ്ങനെ പറയും, അവനെ കാണാൻ നന്നായെങ്കിലും ഭയങ്കര ചതി പെട്ടുപോയി, നമ്മൾ ഇങ്ങനെ ഒരു കഴിവ് കേട്ടവനെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് മേഘനാഥൻ. എന്താ ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കരുണയും ഉണ്ണിയും കൂടി വരികയാണ് കേട്ടോ. കരുണ അങ്ങനെ മേഘനാഥനോട് തട്ടിക്കയറാണ്, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്, നിങ്ങൾ എന്താ ചെയ്തത് എന്നിങ്ങനെ പറയും. ഞാൻ എന്താ ചെയ്യുക, എവിടെയുള്ള ഏട്ടനും ഏടത്തിയമ്മയും എന്ന് ചോദിക്കുക. അവർ മുകളിലുണ്ട്, നീ പതുക്കെ പറയുക എന്ന് പറയും. എന്താ പതുക്കെ പറയണത്, നിങ്ങൾ പല പ്രാവശ്യമല്ലേ പറഞ്ഞിരുന്നത് എന്നിങ്ങനെ പറയുന്നത്. അത് കേട്ടുകൊണ്ടാണ് മഞ്ജു വരുന്നത് കേട്ടോ. മഞ്ജു ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ഇനിയും ഇത് അവസാനിപ്പിക്കാനായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇവളെന്താ ഇപ്പം മറുകണ്ഠം ചാടിയോ എന്ന് ഉണ്ണി ചോദിക്കുകയാണ്. അതെ, ഇവളുടെ സ്വഭാവം ഇപ്പം ഇങ്ങനെയാണ് കുറേ ആയിട്ട് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. ഒരിക്കലും നിങ്ങളെ ഏടത്തിയെയും ഏട്ടനെയും വെറുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യവും നടക്കില്ല എന്നിങ്ങനെ മഞ്ജു പറയുകയാണ്. പിന്നീട് അത് കേട്ടുകൊണ്ട് നമ്മളെ മഹാലക്ഷ്മി വരികയാണ് കേട്ടോ. കരുണ ഇങ്ങനെ പറയുന്നുണ്ട്, കുരുത്തിക്കളത്തിൽ വെച്ചിട്ടാണ് എല്ലാ കാര്യവും കണ്ടത് എന്നിങ്ങനെ പറയണം. അതെ, ഞാൻ അവിടെ തന്നെ വന്ന് നിൻ്റെ കള്ളമന്ത്രവാദിനെ ആട്ടി പായിച്ചില്ലേ ഞാൻ എന്നിങ്ങനെ മഹാലക്ഷ്മി പറയണം. മഹാലക്ഷ്മി ഇങ്ങനെ ചൂടാവാണ് കരുണയോട് കേട്ടോ. നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ഒരു ഓർമ്മയുണ്ടോ നിനക്ക്? പക്ഷേ നീ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഞങ്ങളെ കാണാതാവുമ്പോൾ സന്തോഷിക്കും, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണുമ്പോൾ വിഷമമാകും, അത് നിൻ്റെ കുഞ്ഞിനെ ബാധിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കണം. അത് കേൾക്കുമ്പോൾ നിനക്ക് അത്രയ്ക്ക് എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മയുണ്ടെങ്കിൽ നീ ഇങ്ങനെ ആവില്ലായിരുന്നു എന്നിങ്ങനെ പറയണ കരുണ. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി പറയും, എന്താ ഞങ്ങൾ രണ്ടുപേരും വരാതിരിക്കണോ എന്നിങ്ങനെ ചോദിക്കും. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയണേ, ഏതായാലും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം ഞങ്ങൾ നോക്കും, നിങ്ങളതിനെ ഒന്നും പറയണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി നന്നായി പറയണ്ട. അത് കേൾക്കുമ്പോൾ മഞ്ജുവിനാകെ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. സന്തോഷമായിട്ട് മഞ്ജു പറയണേ, ഇനിയും നിങ്ങൾക്ക് അറിഞ്ഞില്ലേ, ഏടത്തി പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും ശരി, നിങ്ങൾ സ്വത്തും മുതലിന് ഇങ്ങനെ ആഗ്രഹിക്കാതെ എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം മഞ്ജു ദേഷ്യത്തോട് കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ഉണ്ണി ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ മേഘേട്ട ഇവളിങ്ങനെ ആലോചിക്കാം, ഇവളിപ്പോൾ ഇങ്ങനെയാണ് എന്നിങ്ങനെ പറയണം. പിന്നീട് കാണിക്കുന്നത് കണ്ണനിങ്ങനെ ഇരിക്കുന്നിടത്ത് മഞ്ജു ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അതേസമയം ചോദിക്കണം, എന്താ മോളെ, ഞാൻ കയറി വന്നപ്പോഴേ നിൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചിരുന്നു, നീയിപ്പോൾ ഒരുപാട് മാറിയല്ലോ, നിനക്ക് അവിടെ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നിങ്ങനെ ചോദിക്കണം. അവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഏട്ടൻ മാറ്റിത്തരാനുണ്ട, ഏട്ടനെ ധിക്കരിച്ച് ഞാൻ പോയതല്ലേ, അതുകൊണ്ട്
ആ പ്രശ്നങ്ങളൊന്നും വിഷയമല്ല എന്നിങ്ങനെ പറയണ്. പിന്നീട് കണ്ണൻ പറയണ്, ഞാൻ ചെറുതാവുമ്പോൾ എനിക്ക് നിന്നെ എടുത്ത് നടക്കാൻ പറ്റിയില്ലെങ്കിലും നീ എൻ്റെ മടിയിലിരുന്നിട്ടാണ് വളർന്നത് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മഞ്ജു ആകെ പൊട്ടിക്കരയണം കേട്ടോ. എന്താ മോളെ, നിനക്ക് അവിടെ വല്ല പ്രശ്നമുണ്ടോ, എന്താണ് ചോദിക്കണം കേട്ടോ. അവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ ഏട്ടൻ ധിക്കരിച്ച് പോയതല്ലേ, ഏതായാലും ഏട്ടൻ സൂക്ഷിക്കണം, ഏടത്തി അമ്മി നിങ്ങളെ രണ്ടുപേരും ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചുറ്റുപാട്ടമുള്ളവർ സ്വത്തും പണത്തിനും വേണ്ടിയിട്ടാണ് അവരങ്ങനെ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് മഞ്ജു ഇങ്ങനെ കരയണം കേട്ടോ. മഞ്ജു ഇങ്ങനെ കരഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ നേരത്ത് കണ്ണൻ ചോദിക്കണം, എന്താ മോളെ, നിനക്ക് വല്ല പൈസയുടെ ആവശ്യമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ, നീ മേഘന നന്നായി ശ്രദ്ധിക്കണം എന്നിങ്ങനെ പറയണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏട്ടനോട് പറയണം എന്ന് പറയണം. എനിക്ക് പൈസയൊന്നും വേണ്ട കണ്ണേട്ട, എനിക്ക് വേണ്ടത് മനസമാധാനമാണ് എന്നിങ്ങനെ മഞ്ജു പറയണം കേട്ടോ. അത് നോക്കി നിൽക്കുകയാണ്